എത്തി നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ജബലു സൗർ എന്ന് പറയുന്നത്. ഈ മലയാണ് ജബലു സൗർ. അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്ന അല്ലാഹ് റസൂൽ കേട്ടോ. ഇപ്പോഴും അതിൻ്റെ മുകളിലേക്ക് ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോഴും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നു. കാണുന്നുണ്ടോ? ആളുകൾ കയറുന്ന കാണണ്ടോ? കാണില്ലേ? നമുക്ക് കാരണം വേറെ ടൈം പോകണം, ഈ സമയത്തല്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ജബലു സൗറിൻ്റെ ചരിത്രം പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മക്കയിലെ താമസക്കാലം ഏകദേശം 53 വയസ്സ് പിന്നിട്ടു. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങൾ. ത്വായിഫിലെ കല്ലേറും, മക്കയിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി അബൂജഹൽ എന്ന് പറയുന്ന മക്കയിലെ ഏറ്റവും വലിയ ക്രൂരനും നിഷ്ഠൂരനുമായ കാട്ടുകള്ളനായ അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി തങ്ങൾ കടന്നു പോകുന്ന വഴികളിൽ കൊയ്കുത്തി അവിടുത്തെ കൊല്ലാൻ വേണ്ടി ശ്രമം നടത്തി. വിജയിച്ചില്ല. അവസാനത്തെ അടവായിരുന്നു നബിതങ്ങൾ മദീനയിലേക്ക് പോവാൻ വേണ്ടി യാത്ര പുറപ്പെടുന്നത് അറിഞ്ഞതോടുകൂടെ അവിടുത്തെ വീട് വളഞ്ഞ് അവിടുത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മരുമകൻ അലിയാർ തങ്ങളെ തന്റെ വിരിപ്പിൽ കിടത്തിയിട്ട് അവിടുന്ന് പോകാൻ തീരുമാനിച്ചു. കൂടെയുള്ള സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, ഞാനും സിദ്ദീഖും പുറപ്പെടുന്നുണ്ട്, നിങ്ങൾ പിന്നിൽ കൂടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വീട്ടിൽ നിന്ന്, മക്കയിലെ കൊച്ചു വീട്ടിൽ നിന്ന് നടന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് വരികയാണ്. അലിയാർ തങ്ങളെ വീട്ടിൽ രാത്രി പ്രതിനിധിയായി കിടത്തുകയാണ്. അലി മദീനയിലേക്ക് വന്നില്ല. അലിയെ, നീ ഇവിടുത്തെ മക്കയിലെ പ്രതിനിധിയാണ്. ഞാനുമായി ഒരുപാട് ബന്ധമുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇടപാടുകളുണ്ട്, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അലിയെ, ഞാൻ ഒരു കാര്യം പറയുന്നത് വരെ നീ വീട്ടിൽ നിന്ന് വരരുത്. നീ മക്കയിൽ പ്രതിനിധിയായി നിൽക്കണം. ആരെങ്കിലും എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും സ്വത്തുക്കളുണ്ട്, അത് തിരിച്ചു കൊടുക്കണം, അതൊരു അമാനത്താണ്. അതുകൊണ്ട് ഞാനും സിദ്ദീഖും പുറപ്പെടുകയാണ്. അലിയെ വിരിപ്പിൽ കിടത്തുമ്പോ റസൂലുള്ളാഹിന്റെ വീട് ആയിരക്കണക്കായ ശത്രുക്കൾ, ആയുധധാരികളായ സർവായുധ വിഭൂഷിതരായ മക്ക കുഫാറുകൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഹബീബായ തങ്ങൾക്ക് അല്ലാഹു തആല വിവരം കൊടുത്തു, നബിയെ അങ്ങ് ഇറങ്ങിപ്പോവുക, നിങ്ങളൊരു പിടി മണ്ണ് വാരുക, ആ മണ്ണ് വാരി ശത്രുക്കളെ മുഖത്തേക്ക് എറിയുക. ഹബീബായ തങ്ങൾ അതുപോലെ ചെയ്തു. ശത്രുക്കൾ കഅന്നഹും അമാ, അവർ അന്ധരായി പോയി. അവരെ കണ്ണിലേക്ക് ഒരു പിടി മണ്ണ് ആയിരക്കണക്കായ ആളുകളെ കണ്ണിലേക്ക് എത്തി. അവർക്ക് കണ്ണ് കാണാൻ സാധിക്കാതെ ഇരുട്ടിൽ തപ്പി. ഹബീബായ തങ്ങൾ സിദ്ദീഖുൽ അക്ബറിനോടൊന്നിച്ച് നടന്നു വരികയാണ്. ഈ വഴികളിലൂടെ നടന്നു പോകുന്ന വഴികളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല തന്ത്രപരമായ ഒരു പ്ലാൻ ആയിരുന്നു. മദീന കിടക്കുന്നത് വടക്ക് വശത്താണ്. എന്നാൽ തെക്ക് വശത്തുള്ള ജബൽ സൗറിലേക്ക്, സൗർ എന്ന് പറഞ്ഞാൽ കാള എന്നാണ്. സൗർ എന്ന് പറഞ്ഞാൽ കാളയാണ്. ഈ മലയുടെ ആകൃതി നോക്കിയാൽ ഒരു കാളയുടെ ആകൃതിയാണ്. അതുകൊണ്ടാണ് സൗർ എന്ന പേര് വരാൻ കാരണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നടന്നു വന്ന് സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ നടന്ന് ഈ പർവ്വതത്തിന്റെ ശിഖരത്തിലേക്ക് കയറാനൊരുങ്ങുമ്പോ അതിന്റെ മുക്കാൽ ഭാഗവും കീഴടക്കി. അന്ന് ഈ കാണുന്ന പോലെ റോഡില്ല, പാകിസ്ഥാനികൾ വെട്ടിയുണ്ടാക്കിയതുപോലെയുള്ള സ്റ്റെപ്പുകളില്ല. ഇനി വരാൻ പോകുന്ന മിഷൻ 2030 റോപ്പ് വേ സംവിധാനം പോലും വരാൻ സൗദിയിൽ സാധ്യതയുള്ള ജബലു സൗറാണ് നമ്മൾ കാണുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പുന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ട് കയറുന്ന സമയത്ത് എന്തില്ല, ഈ സൗകര്യങ്ങളൊന്നും ഇല്ല, തളർന്നുപോയി. സിദ്ദീഖുൽ അക്ബർ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ച, അവിടുത്തെ ആശിക്കായത് റബീഉൽ അവ്വൽ മാസമാണല്ലോ, അവിടുത്തെ വല്ലാതെ സ്നേഹിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ ചുമലിലേറ്റി ആ മലയുടെ മുകൾ പരപ്പിലെത്തി. സൗറിന് 2 എൻട്രി ഫേസ് ഉണ്ട്. അതിന്റെ ആദ്യം ഒരു ഗുഹ കാണാം, പിന്നീടാണ് വലിയ ഗുഹയുള്ളത്. അങ്ങനെയുള്ള ആദ്യ ഗുഹയുടെ ഭാഗത്ത് ചെന്ന് റസൂലുള്ളാഹി നിന്നു. സിദ്ദീഖേ, ഇവിടെ അത്ര പോരാ, അപ്പുറത്തേക്ക് നീങ്ങി ഗുഹയിലേക്ക് കടക്കാനൊരുങ്ങുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ അങ്ങ് കയറരുത്, ഞാൻ അങ്ങോട്ട് കയറാതെ നിങ്ങൾ അങ്ങോട്ട് കയറാൻ പാടില്ല. കാരണം അതിന്റെ ഉള്ളിൽ ഉഗ്രൻ വിഷമുള്ള പാമ്പുകൾ ഉണ്ടായേക്കാം. ഹബീബിനോടുള്ള അടങ്ങാത്തൊടുങ്ങാത്ത പ്രണയം, നബി തങ്ങളോടുള്ള വല്ലാത്ത സ്നേഹം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉള്ളിലേക്ക് കയറി നബിയെ പുറത്തു നിർത്തി. സിദ്ദീഖുൽ അക്ബർ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ പൊത്തുകളാണ്.
ആ പൊത്തുകൾ അടക്കണം. എന്താ മാർഗം? വസ്ത്രം കീറി കഷ്ണിച്ച് ഓരോ പൊത്തുകളും അടച്ചു. അവസാനം ഒരു പൊത്ത്, ആ പൊത്തടക്കാൻ എന്തില്ല, തുണി ഇനി കീറിയാൽ ഔറത്ത് കാണും. നബിയോടുള്ള സ്നേഹം നോക്കണങ്ങള്. നബി തങ്ങൾക്കൊരു എന്നെ പാമ്പ് കടിച്ചാലും റസൂലുള്ളാഹി തങ്ങൾക്ക് പാമ്പ് കടിക്കാൻ പറ്റില്ല. ഹബീബായ തങ്ങൾക്കൊരു മുറിവേൽക്കാൻ പാടില്ല. ആനായ സിദ്ദീഖുൽ അക്ബർ തീരുമാനിച്ചെന്റെ കാല് വെച്ച് അടക്കണം. നബി അങ്ങ് കടന്നുകൊള്ളുക. റസൂലുള്ളാഹി തങ്ങള് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് കയറി. ക്ഷീണം കാരണം സിദ്ദീഖിന്റെ മടിയിൽ തലവെച്ച് കടന്നുറങ്ങി. ആ അടക്കാത്ത പൊത്തിൽ തന്റെ കാല് വെച്ച് ആ പൊത്തടച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവ്വലു മൻ ആമന ബി അബൂബക്കർ وأول من زوجني أبو بكر وأول من يحشر معي يوم القيامة أبو بكر. എന്നെ ആദ്യമായി വിശ്വസിച്ച ഇസ്ലാമിൽ ആദ്യത്തെ മുഅ്മിനാൻ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലൗ കാന ലി ഖലീലൻ ലത്തഖതു അബൂബക്കർ ഖലീല. എനിക്കൊരു സ്നേഹിതൻ, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് അത് ഞാൻ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് എന്റെ സിദ്ദീഖാണെന്ന് മുഹമ്മദ് മുസ്തഫ. നാളെ ഖബർ വിളർത്തിക്കൊണ്ട് സ്വർഗ്ഗലോകത്തേക്ക് വാനലോകത്തേക്ക് ഉയർന്നു പോകുന്നവരിൽ ഒന്നാമൻ ഞാനാണ്, രണ്ടാമത് എന്റെ സിദ്ദീഖാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഈമാൻ ഒരു തുലാസിലും, ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളുടെ ഈമാൻ ഒരു തുലാസിലും, സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ ഒരു തുലാസിലും മറുതുലാസിലും തൂക്കിയാൽ എന്റെ ലറജഹ ഈമാനു അബൂബക്കർ, എന്റെ അബൂബക്കറിന്റെ ഈമാൻ കനം തൂങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കാല് വെച്ച് ഇങ്ങനെ അടച്ചു പിടിച്ചിരിക്കുക. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉറങ്ങിപ്പോയി. അപ്പയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ കാലിന്റെ മസിലിന് വന്ന് ഒരു പാമ്പ് കുത്തുന്നത്. വേദന കൊണ്ട് പൊളഞ്ഞു, അസഖ്യമായ വേദന. റസൂലുള്ളാഹി തങ്ങളെ തട്ടി ഉണർത്തിയാൽ അദബുകേടാണ്, അത് അവിടുത്തെ സ്നേഹത്തിനെതിരാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ തന്നെ ഇങ്ങനെ വേദന സഹിച്ചിരിക്കുമ്പോ കണ്ണിന്ന് വെള്ളം കടിച്ചാടി, കണ്ണിന്ന് വെള്ളം ഉറ്റിച്ചാടി പ്രവാചകന്റെ മുഖത്തേക്ക്. ഹബീബായ തങ്ങൾ ഉണർന്നു. യാ അബൂബക്കർ, യാ അബൂബക്കർ, എന്തിനാണ് അബൂബക്കറെ കരയുന്നത്? എന്തിനാണ് അബൂബക്കറെ കരയുന്നത്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അബൂബക്കർ എന്തിനാണ് കരയുന്നത്? നബിയെ, ലദഗനി അൽ ഹയ്യ, എന്നെ ഈ പൊത്തിൽ നിന്നൊരു പാമ്പ് കടിച്ചിരിക്കുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ എന്താ ചെയ്തത്? അവിടുത്തെ ഉമിനീര് എടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ്, അവിടുത്തെ ഉമിനീര്, അവിടുന്ന് കുടിച്ച വെള്ളം, അവിടുന്ന് ഒതുവെടുത്ത വെള്ളത്തിന്റെ ശേഷിപ്പുകൾ, അതെല്ലാം ബറക്കത്തുള്ളതാണെന്ന് സ്വഹീഹായ രേഖയിൽ രേഖപ്പെട്ട കാര്യമാണ്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ അവിടുത്തെ ഉമിനീരെടുത്തു, ആ പാമ്പ് കടിച്ച ഭാഗത്തങ്ങ് പരട്ടിക്കൊടുത്തു. സ്വഹീഹായ ഹദീസിൽ പറഞ്ഞത്, ആ ഉമിനീര് കൊണ്ട് അവിടുത്തെ അതിശക്തമായ ആ വിഷം ഇറങ്ങിപ്പോയി. വേദന നീങ്ങി, ആശ്വാസമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന്, രണ്ടുപേരും ഉണർന്നു ഇരിക്കുക. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, എന്താണ് നബിയെ നിങ്ങളെ പ്രശ്നം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂബക്കറെ, നമ്മൾ രണ്ടാളുമല്ലേ ഇവിടെ ഉള്ളത്, ഒരു പേടിയും പേടിക്കണ്ടാറ്. സിദ്ദീഖുൽ അക്ബർ, എനിക്ക് പേടിയാവുന്നു നബിയെ, ശത്രുക്കൾ ഇതാ ഇവിടെ ഇങ്ങനെ റോന്ത് ചുറ്റുന്നുണ്ട്. അപ്പോഴേക്കും അതിന്റെ മുകളിൽ അബൂജഹൽ എത്തിയിട്ടുണ്ട്. അബൂജഹലിന്റെ പ്രവൃത്തികൾ ആയുധവുമായി ഇങ്ങനെ ചുറ്റാണ് സൗർ മലയുടെ തീരത്ത്. അപ്പോഴാണ് ആ അബൂജഹലിന് കാണാൻ കഴിഞ്ഞത്, ശത്രുക്കൾക്ക് കാണാൻ കഴിഞ്ഞത്, ആ ഗുഹാമുഖത്ത് ഒരു ചിലന്തി വല നെയ്തിട്ടുണ്ട്. പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ, മേടപ്രാവിനെയും ആ ചിലന്തി വലയെയും കണ്ടപ്പോൾ അബൂജഹൽ പ്രബുദ്ധികൾ തീരുമാനിച്ചു, അബൂജഹൽ അടക്കമുള്ള ആളുകൾ തീരുമാനിച്ചു, ഇതിന്റെ ഉള്ളിൽ ആരില്ല, മുഹമ്മദ് ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു പോകാം. നോക്കൂ നിങ്ങൾ, റസൂൽ സിദ്ദീഖ് അതിന്റെ ഉള്ളിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ ഇങ്ങനെ പ്രയാസപ്പെട്ട് പറയുന്ന, നബി, നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ ചുറ്റുഭാഗത്തും ശത്രുക്കൾ വന്ന് നമ്മളെ കാണാൻ ഇടയുണ്ട്. റസൂലുള്ള പറഞ്ഞു, അബൂബക്കർ, യാ അബൂബക്കർ, ഇന്നല്ലാഹ മഅനാ ലാ തഖഫ് ഇന്നല്ലാഹ മഅനാ. അബൂബക്കറെ, പേടിക്കണ്ട, അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട്. അല്ലാഹു നമ്മോടൊപ്പം ഉണ്ടാകുമ്പോൾ ഇദ്ഹുമാ ഫിൽ ഗാർ, നമ്മൾ രണ്ടുപേര് സൗർ ഗുഹയിലാണ്, പക്ഷേ വല്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടാളാണ് വിചാരിച്ച് പേടിക്കണ്ട. മൂന്നാമതായി നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗറിന്റെ അപ്പുറത്തേക്ക്, അങ്ങനെ ആ വിശാലമായ മണൽ പരപ്പിലേക്ക് നോക്കാൻ പറഞ്ഞു. അവിടുത്തെ വിരൽ ഇങ്ങനെ പിടിച്ചു, ആ വിരലിന്റെ ആ ഇടയിലൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിന്റെ
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ വിരൽ പിടിച്ച് അതിന്റെ ഇടയിലൂടെ നോക്കാൻ പറഞ്ഞപ്പോ സിദ്ദീഖുൽ അക്ബറിന്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ എന്താണ് കാണുന്നത് ചോദിച്ചു. വിശാലമായ ബഹർ, ഒരു കടല് കാണുകയാ. നബിയെ, ഞാനൊരു കടല് കാണുന്നു. ആ കടലിന്റെ കരയിൽ എന്താണുള്ളത് സിദ്ദീഖ്? ഒരു കപ്പൽ ഇങ്ങനെ നങ്കൂരമിട്ടിരിക്കുന്നു. ഒരു കപ്പൽ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ശത്രുക്കൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബഹർ, അതാ കാണുന്ന കപ്പലിലേക്ക് കയറിയിട്ട് നമുക്ക് മറുകര പ്രാപിക്കാം. അബൂജഹൽ പ്രവൃത്തികൾക്ക് നമ്മളെ കൊല്ലാൻ കഴിയില്ല. നോക്കൂ നിങ്ങൾ, ത്വായിഫിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിനെ കൊല്ലാൻ ശ്രമിച്ചു. അവിടുത്തെ ശരീരത്തിൽ ചീഞ്ഞളിഞ്ഞ കുടൽമാല വിതറി, അവിടുന്ന് നടന്നു പോകുന്ന വഴികളിൽ കുഴികുത്തി. അപ്പയൊന്നും റസൂലുള്ളാഹി തങ്ങളെ തൊടാനോ കൊല്ലാനോ ആർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ടല്ലേ സൗറുമലയിൽ, എന്നിട്ടല്ലേ മദീനയിൽ, എന്നിട്ടല്ലേ ബദറിൽ എന്തെല്ലാം രംഗങ്ങൾ കഴിഞ്ഞു പോയി. പൊന്നാര നബിയെ ഒരാൾക്കും തൊടാൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹു സംരക്ഷിച്ചു. അല്ലാഹു യഅസിമുക മിനന്നാസ്. നബിയെ, അള്ളാഹു അങ്ങയെ സംരക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് സൗറിന്റെ തീരത്ത് നിന്ന് 3 ദിവസം, നോക്കൂ നിങ്ങൾ, 3 ദിവസമാണ് ഹബീബായ നബി തങ്ങൾ അതിനുള്ളിൽ ഒളിച്ചു താമസിച്ചത്. അവിടത്തേക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നത് അല്ലാഹു തആല എല്ലാ നിലക്കും മലക്കുകളെ കൊണ്ട് കാവൽ നൽകി. റസൂലുള്ളാഹി തങ്ങൾ നടന്നുപോയ വഴിയിലൂടെ അവിടത്തേക്ക് ഭക്ഷണവുമായി വരുന്നു അബൂബക്കർ തങ്ങളുടെ മകളാകുന്ന ബീബി അസ്മാ റളിയല്ലാഹു അൻഹ നടന്നു വരുമ്പോ റസൂലുള്ളാഹി പോയ വഴിയിൽ എന്തെങ്കിലും കുഴികളോ അവിടുത്തെ കാലിന്റെ പാദങ്ങളോ ഉണ്ടെങ്കിൽ അത് അടച്ചിട്ടാണ് അസ്മാ റളിയല്ലാഹു അൻഹ ഭക്ഷണവുമായി പോയത്. മാത്രമല്ല, മഹദി അവറുകൾ ഒരു തൂക്കിൽ, ഒരു കവറിൽ ഭക്ഷണം ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ട് അത് തീർന്ന് അവസാനം തന്റെ നിക്കാബ് എടുത്ത് അതിൽ ഭക്ഷണം പൊതിഞ്ഞു കൊണ്ടുപോയി. ദാത്തുൻ നിക്കാബ് എന്ന് പ്രത്യേകം പേര് ആ മഹദിക്ക് ലഭിച്ചു എന്നാൽ. അങ്ങനെയുള്ള മഹദിയ ബീവി അസ്മാ റളിയല്ലാഹു അൻഹ ഇന്ന് അവരുടെ ഖബർ കാണാം നമുക്ക് ജന്നത്തുൽ മുഅല്ലയിൽ പോയാൽ. ആ മഹദിയൊക്കെ റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിച്ച പരിശുദ്ധമായ മദീനയിലേക്ക് നബി തങ്ങൾ പോകുന്ന രംഗം വല്ലാത്തൊരു രംഗമാണ്. സൗറുമലയിൽ 3 ദിവസം താമസിച്ച് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലോടുകൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയ ആ മദീനയെ സൃഷ്ടിച്ച സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാനിന് ഏറ്റവും വലിയ ജ്വാലയുണ്ടായ സിദ്ദീഖുൽ അക്ബർ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹത്തിന്റെ മകുട ഉദാഹരണം തീർക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ഓർക്കേണ്ട വല്ലാത്തൊരു സംഭവത്തിന്റെ ആ സ്നേഹഗീതത്തിന്റെ കഥ പറയുന്ന ഒരു തീരമാണ് ജബലു സൗറിന്റെ തീരം. അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയും അനവധി കഥകൾ പറയാനുള്ള ജബലു സൗർ. ഇൻഷാ അല്ലാഹ് ഇന്ന് അവിടേക്ക് കയറുന്ന ആളുകൾ അത് അവിടെ ആ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാക്കിയതായ ഭാഗത്തുള്ള റോട്ടിലൂടെയാണ് പോകുന്നത്. അതിന് ഫീസ് കൊടുത്തൊക്കെയാണ് ഇപ്പോൾ സൗറിലേക്കുള്ള യാത്ര. സൗറിലേക്ക് വളരെ ഫിക്സഡ് ആയിട്ടുള്ള ആളുകളെ കയറ്റി വിടുന്നു എന്ന് കേൾക്കുന്നുണ്ട്. ഇന്ന് നമുക്കിത് കാണുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇനി കയറാൻ പോകുന്നത്, നിർബന്ധമായി നമ്മൾ കയറാൻ ശ്രമിക്കുന്നത് ജബൽ നൂർ എന്ന് പറയുന്ന ഖുർആനിന്റെ വെളിച്ചം, ഖുർആൻ ഇറങ്ങിയ മലയാണ്. ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് കയറാം. ഇത് നമുക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർഹമുർ റഹീമായ രാജസയ്യിദായ റബ്ബേ, ഞങ്ങളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറെ ത്യാഗം സഹിച്ച, അവിടുത്തെ സംരക്ഷിച്ച സൗറുമലയുടെ തായ് ഭാഗത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മുറാദുകളെ ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനെ. ഞങ്ങളെ സങ്കടങ്ങൾ തീർക്കണമേ റഹ്മാനെ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ തീർക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ റഹ്മാനെ. ഈ സംഘത്തെ നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും വേദനയും പ്രയാസവും അകറ്റണേ റഹ്മാനെ. ഈ വരവ് ഞങ്ങൾ ഇവിടെ വന്നു നിന്ന കാരണത്താൽ, ഹബീബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ച കാരണത്താൽ, നാളെ സ്വർഗലോകത്ത് വെച്ചുകൊണ്ട് ഞങ്ങളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന അവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരെ ഞങ്ങളെ പെടുത്തണമേ റഹ്മാനെ. അവിടുത്തെ മുഹബൂബീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ